നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കാം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ആവശ്യങ്ങൾ, നമ്മളെ അലട്ടുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നമുക്ക് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും കേൾക്കുന്ന ദൈവവചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ പുനർക്രമീകരണം ചെയ്യുവാനും ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ ഈ നാളുകളിൽ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പുതിയ പകൽക്കാലത്തിനായി, പ്രഭാതത്തിനായി കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ആഴ്ചയിലും വിശ്വാസത്തോടുകൂടെ കൂടി വരുവാൻ, പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാൻ, ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിത വഴികളിലൊക്കെ നീ ഞങ്ങളോട് കൂടെ ഇരുന്നു, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ വഴി നടത്തി. ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് നല്ല സഹായകനായിരുന്നു. ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകി. ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് തുണയായിരുന്നു. ഒറ്റപ്പെടലുകളിലൊക്കെ ഞങ്ങളുടെ വലിയ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നൽകി ഞങ്ങളെ മുൻപോട്ട് നടത്തി ഇന്നും ഞങ്ങളെ നടത്തുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയങ്ങളുമായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് അറിഞ്ഞ് ഞങ്ങളെ നടത്തുന്നല്ലോ, പരിപാലിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കും കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഈ പകൽക്കാലം വിടുതൽ കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ ദൈവമേ. ഞങ്ങളെ മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാൻ കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടുന്ന് അവരെ പരിപാലിക്കണമേ, അവരെ നടത്തണമേ, അവരോട് അവിടുന്ന് ഇടപെടണമേ. പ്രത്യേകിച്ച് കർത്താവ്, ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. പാട്ട് പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും അത് വ്യാഖ്യാനിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ആഗ്രഹത്തോടുകൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങേക്ക് സ്വീകാര്യമാകണമേ, അങ്ങേക്ക് പ്രസാദമാകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടെ കൂടുതൽ ഉറപ്പിക്കപ്പെടുവാൻ ഇന്നത്തെ കൂട്ടായ്മയിലൂടെ സഹായിക്കണമേ. യാതൊരു വിധമായ സാങ്കേതിക തടസ്സങ്ങളോ പ്രയാസങ്ങളോ കൂടാതെ കർത്താവ്, ഈ കൂട്ടായ്മ ഞങ്ങൾക്കേറെ പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് സുജ ബിജു ആണ്. സുജ പാട്ട് പാടിയതിന് ശേഷം മിസ്സസ് ഉഷ ശക്തി ചെന്നൈയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉഷ 46-ാമത്തെ സങ്കീർത്തനം വായിക്കും. ഓവർ ടു സുജ. കേൾക്കാമോ? കേൾക്കാം. യെസ്. ഇന്ന് ഞാൻ പാടുന്ന പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങൾ 13-ാമത്തെ പാട്ട്. ആദ്യം പാടുന്നത് പ്രാർത്ഥനാ ഗീതങ്ങൾ 13. കർത്താവിൽ സന്തോഷം അവനെൻ ബലം,
പാരിതിൽ പാർക്കുന്നാൾ അവനെൻ ബലം, അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോർ, അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെ. ഉഷാശക്തി നിത്യമാം സ്നേഹത്താൽ നിന്നെ ബൈബിള് വായിക്കൂ, എന്നിട്ട് കിടക്കാം കേട്ടാ. നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്നാൾ അവനെൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും,
അവനെന്റെ സർവവുമേ. നിന്നീതേനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. നിന്നീതേനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ വിളിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ വിളിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം, അവനെൻ ബലം. പാരിതിൽ പാർക്കുന്നാൾ, അവനെൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും. അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും. അവനെന്റെ സർവവുമേ. അടുത്ത പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങൾ 17-ാമത്തെ പാട്ട്. പ്രാർത്ഥനാ ഗീതങ്ങൾ 17. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ,
അനുഗമിച്ചിടുമാവേനുടെ ചുവടുകളെ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. താങ്ക് യു. താങ്ക് യു സുജ. താങ്ക് യു. ഇപ്പോ സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം 46. അച്ഛാ കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ. ഇന്നത്തെ വേദഭാഗം സങ്കീർത്തനം 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരമ്പലോടെ കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും തന്നെ ഒരു നദി ഉണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതിരാവിലെ തന്നെ അതിനെ സഹായിക്കും. ജനതകൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു. ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികൾ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാകും. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അല്പസമയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുവാൻ, ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ, പ്രാർത്ഥനാ വേളകളിൽ ദൈവം നമ്മെ ഒരുക്കേണ്ടതിനായി, അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുവാനും, ദൈവത്തിന് ഹിതത്തിന് മുൻപാകെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുവാനും ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ, നമ്മെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ചുറ്റുപാടുകൾ, നമ്മുടെ പശ്ചാത്തലങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലെ നന്മകളെ ഓർക്കുവാനും ആ നന്മകൾക്ക് നന്ദിയോടുകൂടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും ദൈവം നമ്മെ ഒരുക്കണം. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. ഇനിയും പല ആഗ്രഹങ്ങൾ നമ്മുടേതായിട്ട് നിറവേറപ്പെടുവാനുണ്ടാവാം. എന്നാൽ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മുടെ ആയുസ്സിനായി, നമ്മുടെ ആരോഗ്യത്തിനായി, നമ്മുടെ ചുറ്റുപാടുകൾക്കായി, നമ്മുടെ സാഹചര്യങ്ങൾക്കായിട്ടൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. കർത്താവേ, എൻ്റെ ബലഹീനതകൾ എന്നോട് പൊറുക്കണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. ആകേണ്ടതുപോലെ ആയിത്തീരുവാൻ കഴിയാതെ പോയ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ, ദൈവത്തിന്റെ സ്നേഹത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. കൂടുതൽ നല്ല മനുഷ്യരായി ചിന്തയിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും ഒക്കെ കൂടുതൽ നന്മയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വളരുവാൻ, ആത്മീയമായി ഉയരുവാൻ, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ സഭകളെ ദൈവം നടത്തുന്നതിനായിട്ട് സ്തുതിക്കാം. സഭകളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ്, നമ്മുടെ ആരാധന ജീവിതം, നമ്മുടെ പൊതുവായ സാക്ഷ്യം, നമ്മുടെ കൂട്ടായ്മകൾ എല്ലാം സഭയിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ആ ദൈവിക അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി, ഗിഫ്റ്റിനായിട്ടൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ ദേശത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹത്തോടെ ജീവവൃക്ഷത്തിന്റെ ജീവജല നദിയുടെ അരികിൽ, തീരങ്ങളിൽ നട്ട് പരിപാലിക്കപ്പെടുന്ന ജീവവൃക്ഷമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകളെയും നമ്മുടെ കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും ഒക്കെ നമുക്ക് ഓർക്കാം. ആത്മീയമായി നമ്മളെ അത് ശക്തിപ്പെടുത്തുവാൻ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ അത് ദൃഢപ്പെടുത്തുവാൻ നമ്മുടെ ആരാധനകളും കൂട്ടങ്ങളും കൂട്ടായ്മകളും നമ്മെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയമായ ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അതൊരു കേവലമായ ഒരു സാമൂഹികമായ ഒത്തുചേരലുകളായി തീരാതെ വാസ്തവമായി കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിപ്പാൻ സഭയായി നമ്മളെ ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ, ഏരിയ പ്രാർത്ഥനകൾ, സാറ്റലൈറ്റ് വർഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ ആരാധനകളെയും കൂട്ടായ്മകളെയും നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ സംഘടനകളെല്ലാം നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞും മനസ്സിലാക്കിയും ദൈവത്തിൻ്റെ വചനപ്രകാരവും ജീവിപ്പാൻ, അതിന് സൺഡേ സ്കൂളിൻ്റെ ശുശ്രൂഷകൾ പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ചുരുക്കം കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. ആ കുഞ്ഞുങ്ങളൊക്കെ ഒത്തൊരുമിച്ച് ഐക്യതയോടുകൂടെ സഭയുടെ ആരാധനകളിലും ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുക്കുവാനും ദൈവമുള്ളവരായിട്ടൊക്കെ ജീവിപ്പാനും അവരെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിനുള്ളിലെ അവരുടെ ശുശ്രൂഷകളെ ഒക്കെ ദൈവം ആദരിക്കണമേ. അതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിപ്പാൻ നമ്മുടെ ഗായക സംഘത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങൾ, അവരുടെ ശുശ്രൂഷകൾ, അവരുടെ ഇടപെടലുകൾ, അവരുടെ നേതൃത്വം നമ്മുടെ സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹമാകണമേ, സഹായമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ശക്തമായ ഒരു സ്ത്രീജന സഖ്യം നമുക്കുണ്ടല്ലോ. അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. ഒരു പുതിയ കമ്മിറ്റിയൊക്കെ അതിനുണ്ടായിരിക്കുന്നു. എല്ലാ സംഘടനകൾക്കും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അവരുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ലൈറ്റി ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരും ഒത്തൊരുമിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി, ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഏരിയ പ്രേയറുകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളെ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുമതലപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെയുള്ള കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്ന് ഒരാരാധന സമൂഹമായി ഭാവിയിൽ ഒരു സഭയായിട്ടൊക്കെ തീരുവാൻ ദൈവം സഹായിക്കണമേ. അതിൻ്റെ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരമായ ആരാധനയ്ക്ക് ഒരു സ്ഥലം ആവശ്യമാണല്ലോ. അതിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പും കൃപകളുമൊക്കെ അതിൻ്റെ അനുഗ്രഹത്തിനായിട്ടുണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം.
ഹൈദരാബാദിലും കേരളത്തിലും പല ഇടങ്ങളിലുമായി നമ്മുടെ കുടുംബങ്ങളൊക്കെ ആയിരിക്കുന്നു. അവരെ ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവം നടത്തണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ സ്ഥലം മാറിപ്പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രായമായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ ഈ നാളുകളിൽ നടത്തുന്നു. അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവകൃപകളും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തങ്കമ്മ ഉഷി ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന ആന്റിയെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ ഓർക്കാം. മേരി ജോൺ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആന്റിയെ നമുക്ക് ഓർക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ നമുക്ക് ഓർക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി, അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി, അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉള്ള നമ്മുടെ പേര് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ജീവിതം അവരൊറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തണമേ, അവരെ സഹായിക്കണമേ, അവരെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റു മാതാപിതാക്കന്മാരെ ഒക്കെ നമുക്ക് ഓർക്കാം. ഏകരായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, മറ്റുള്ളവരുടെ കരുതലും ശുശ്രൂഷയിലുമായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ അറിവിൽപ്പെട്ടവരുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ ആരോഗ്യത്തോടെ ബലത്തോടെ കാക്കണമേ, പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ടും അന്നമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ, അവരുടെ രോഗാവസ്ഥകളിൽ ബലഹീനതയിൽ ദൈവം താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും ഓർക്കാം. ദൈവം അവർക്ക് നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. തുടർന്നും അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡോക്ടർ സുശീൽ ആന്റിയെ, രഞ്ജിത്ത് അങ്കിളിനെയും ഓർക്കാം. ദൈവം അവർക്കും വേണ്ട ദൈവകൃപ കൊടുക്കണമേ. അവരുടെ ബലഹീനതയിൽ, അവരുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ വലിയ കൃപയും ശക്തിയും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഈ നാളുകളിലൊക്കെ അവരെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. രണ്ടുപേർക്കും ആവശ്യമായ ആരോഗ്യവും ബലവും ദൈവകൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും ഷമലൂട്ടി അങ്കിളിനെയും ഓർക്കാം. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും ദീർഘനാളുകളായിട്ട് ശാരീരികമായ ബലഹീനതയിൽ, രോഗാവസ്ഥയിൽ, പ്രതികൂല അവസ്ഥയിൽ ഭവനത്തിലാണല്ലോ. ദൈവം അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും AC എബ്രഹാം അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുമായിരിക്കുന്ന ഇടത്ത് ദൈവം കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡോക്ടർ റോയ് അങ്കിളിനെയും പുഷ്പ ആന്റിയെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയദാസിന് വേണ്ട ബലം ഈ നാളുകളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവത്തിന്റെ വലിയ കൃപയിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് പ്രിയദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിയെ ഓർക്കാം. വേണ്ട ഈ നാളുകളിലൊക്കെ വേണ്ട ബലവും കൃപയും പ്രിയപ്പെട്ട ദാസിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുടുംബങ്ങളായിട്ടുള്ള ബലഹീനതയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്നു. ദൈവം കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആലീസ് തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിന്റെ കാഴ്ച പ്രയാസമുണ്ട്. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ശാരീരികമായ ബലഹീനതയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ഡൽഹിയിൽ നിന്ന് പ്രിയപ്പെട്ട മോളി ആന്റി നമ്മുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടു. ദീർഘനാളുകളായി പലവിധമായ ശാരീരികമായ വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. നമ്മുടെ ലില്ലി ആന്റിയുടെ സഹോദരിയാണ്. പ്രിയപ്പെട്ട ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്റിയും ഒരു ഓപ്പറേഷനൊക്കെ വിധേയമാകുന്നു കണ്ണിന്റെ. പ്രിയ ആന്റിയുടെ സർജറിയുടെ സമയത്തൊക്കെ ദൈവം കൂടെ ഇരുന്ന് പൂർണ്ണമായിട്ടുള്ള ബലവും കൃപയും സൗഖ്യവും ദൈവം നൽകണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഷിബിജാന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഷിബിജാനും ഈ നാളുകളിലൊക്കെ പലവിധമായ ശാരീരികമായ ബലഹീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട ദാസിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഒരുപാട് പേർക്ക് ഈ നാളുകളിലൊക്കെ നമ്മുടെ അറിവിൽപ്പെട്ടവർക്കൊക്കെ രോഗം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പലരുടെയും ട്രീറ്റ്മെന്റുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളിലൊക്കെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ ക്യാൻസർ പേഷ്യൻസിനെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വലിയ ഒരു പ്രയാസമുള്ള ഒരു സമയമാണ്, രോഗാവസ്ഥയാണ്. കുടുംബം, അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതകൾ,
വളരെ നമ്മളെ വല്ലാതെ വൈഷമ്യത്തിലാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ദൈവം ആ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും സന്ദർശിക്കണം. അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ചികിത്സകളൊക്കെ ഫലകരമായി തീരുവാൻ, പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് പലവിധമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ബലവും ആരോഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിനെ ക്യാൻസറിനെ സർവൈവ് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ രോഗാവസ്ഥയിൽ, ശാരീരികമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം അവരെ എല്ലാം ബലപ്പെടുത്തി ശക്തീകരിച്ച് സൗഖ്യം നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്ക് പണമുണ്ടാകാം, നമുക്ക് സാഹചര്യം ഉണ്ടാകാം, എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ പണവും നമ്മുടെ സ്വാധീനവും നമ്മുടെ സാഹചര്യങ്ങളും ഒന്നും നമുക്ക് സഹായമാവില്ല. അതുകൊണ്ട് ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപക്ഷെ മറ്റ് പലവിധമായ രോഗാവസ്ഥയുണ്ട്. രോഗം നമ്മളുടെ ഒറ്റപ്പെടലുകൾ, നമ്മളുടെ ശാരീരികമായ രോഗം മാത്രമല്ല, അത് പലപ്പോഴും നമ്മുടെ മാനസികമായി നമ്മളെ ബലഹീനരാക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ വല്ലാതെ ദുർബലരാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ രോഗാവസ്ഥയിലൊക്കെ ദൈവം പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും ആശ്വാസവും വിടുതലും ദൈവം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ചെറുപ്രായം മുതൽ, പിഞ്ചു പൈതങ്ങൾ മുതൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബുദ്ധിയും ജ്ഞാനവും ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർ നല്ല വിവേകത്തോടുകൂടെ, തിരിച്ചറിവോടുകൂടെ വളർന്നു വരുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏത് ശരി, ഏത് തെറ്റ്, ഏത് നല്ലത്, ഏത് ചേർന്നത്, ഏത് ആവശ്യം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അവരൊക്കെ മുതിർന്നു വരുവാൻ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആധുനിക ലോകത്തിന്റെ സ്വാധീനങ്ങളിലൊന്നും പെട്ടുപോകാതെ അവര് പഠിച്ച് ഉയർന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി വിദ്യാഭ്യാസത്തിന്, പഠനത്തിന് വേണ്ടിയിട്ട്, അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവർ, അഡ്മിഷനൊക്കെ ലഭിച്ചവർ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷൻ ലഭിച്ചവർ, വിദേശങ്ങളിൽ പഠിക്കാനായിട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നവർ, ആ വിദേശങ്ങളിൽ പഠിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ആവശ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുവാൻ കുടുംബങ്ങൾക്കൊക്കെ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ, അവരാരും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാതെ, അവരൊക്കെ ദൈവികമായ നന്മയിൽ വളരുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. അവരുടെ പഠനത്തിന് തക്കതായ ജോലി ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ വളർച്ചയിലേക്കുള്ള, പുരോഗതിയിലേക്കുള്ള നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ആണല്ലോ. അതിന് ജോലി അന്വേഷണത്തിലായിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ ഒരു ജോലിയിൽ നിന്നൊക്കെ ഇറങ്ങി വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും കമ്പനികളൊക്കെ മാറുവാനും ഒക്കെ പരിശ്രമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ, തൊഴിലൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴിൽ ഇടങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. വിവിധങ്ങളായിട്ടുള്ള നിലകളിൽ ജോലിയിൽ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഗവൺമെന്റ് സർവീസിൽ, പ്രൈവറ്റ് സെക്ടറുകളിൽ, ബാങ്കിങ് മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, IT മേഖലയിൽ, മെഡിക്കൽ മേഖലകളിൽ, ടീച്ചേഴ്സായിട്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവര്, കായികമായിട്ടുള്ള ഒരുപാട് ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ ജോലിയിടങ്ങളെ, ജോലി സ്ഥലങ്ങളെ, നമുക്ക് ജോലി നൽകുന്നവരെ ഒക്കെ അനുഗ്രഹിക്കണമേ. നമ്മളുടെ ഇടപെടലുകളൊക്കെ അതിന് കൂടുതൽ അനുഗ്രഹവും നന്മയുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നീതിബോധത്തോടുകൂടെ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഒരു ഭവനം ഉണ്ടാകണം, നാട്ടിലോ ഇവിടെയോ എവിടെയെങ്കിലും ഒക്കെ സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ ഭവനങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഹനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ഇരുചക്ര വാഹനമോ 4 വീലേഴ്സോ ഒക്കെ ലഭിച്ചിരുന്നെങ്കിൽ അതിനു വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ആഗ്രഹങ്ങളൊക്കെ അറിയണമേ, മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധമായ വ്യക്തിപരമായ ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ആവശ്യങ്ങളുടെ ഒക്കെ ന്യായവും നീതിയും ഒക്കെ മനസ്സിലാക്കി ദൈവം അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് തലമുറകളില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തലമുറകളെ നൽകണമേ, കുഞ്ഞുങ്ങളെ നൽകണമേ, ആഗ്രഹിക്കുന്നവരെ ദൈവം മാനിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കായിട്ടും കരുണയ്ക്കായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിരിക്കുന്ന, ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് അവരെ ബലപ്പെടുത്തി ദൈവം അവരെ മുൻപോട്ട് നടത്തണമേ. അവര് നെഗറ്റീവായിട്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതത്തിന്റെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് നീങ്ങുവാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർക്കാം. ദൈവം അവർക്ക് വേണ്ടതക്കതായ ജീവിത പങ്കാളികളെയൊക്കെ, നല്ല കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി കൊടുക്കണമേ. അവരുടെ ജീവിതത്തെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിപ്പാൻ നമ്മുടെ ചുറ്റുപാടുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തോട്, പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളാൽ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഭാരപ്പെടുന്നവര്, ഭവനങ്ങളൊക്കെ നഷ്ടപ്പെട്ടവര്, റിഫ്യൂജി ക്യാമ്പ്സിലൊക്കെ ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് മഴയൊക്കെ ആവശ്യമാണ്. ദൈവം മഴ നൽകി നമ്മളെ അനുഗ്രഹിക്കണം. എന്നാൽ അതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അതുപോലെ തന്നെ പലവിധമായ പ്രകൃതിക്ഷോഭത്താല്, യുദ്ധത്താല്, അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നോക്കാം. പട്ടിണിയിലായിരിക്കുന്നവർ, ദാരിദ്ര്യത്തിലായിരിക്കുന്നവർ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഭകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രിസ്തീയ സഭകളൊക്കെ ഈ കാലങ്ങളിലൊക്കെ ആത്മീയമായിട്ടൊക്കെ ഉണർന്ന് പ്രവർത്തിപ്പാനായിട്ട്, ചിന്തിക്കുവാനായിട്ട്, ലോകത്തിന് മാതൃകയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സന്നദ്ധ സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ സോഷ്യൽ ഓർഗനൈസേഷൻസിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഇതിലൂടെയൊക്കെ കർത്താവിന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ വെളിച്ചം ലോകത്തിന് പകർന്നു കൊടുക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. ഒന്നും പേരിന് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, സാമൂഹികമായ സ്വാധീനത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയമായ വിലപേശലിന് വേണ്ടിയിട്ട്, മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒന്നുമാകാതെ സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ക്രിസ്തുവിനെ ഉയർത്തുന്ന സഭയായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വ്യവസ്ഥിതികൾക്ക്, നീതിന്യായ വ്യവസ്ഥിതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ജനങ്ങളെ സേവിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ ഒക്കെയുള്ള ദർശനം അവർക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി, തെലങ്കാനയ്ക്ക് വേണ്ടി, ആന്ധ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിലായിരിക്കുന്നു അവിടെ ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ഭാരങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പൊന്നമ്മ ആന്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാമോ? കേൾക്കാം ആന്റി. യെസ്. ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങളിലൊക്കെ നീ വിടുവിച്ച് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ദൈവമേ അവിടുത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും സഹായിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പലവിധമായ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തില് തളർന്നു പോകാതെ കർത്താവെ നീ ഞങ്ങളെ കാര്യം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കുറ്റങ്ങളും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയോട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇതിന് നേതൃത്വം നൽകി ഞങ്ങളുടെ യോസപ്പച്ചനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കുടുംബമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കണമേ. കർത്താവെ, വേണ്ടുന്ന ബലവും ശക്തി അവിടുന്ന് ദാനം ചെയ്യണമേ. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മകളുടെ ഓപ്പറേഷനിലൊക്കെയും അവിടുത്തെ കൃപ കൂടെ ഇരുന്നല്ലോ. കർത്താവെ, തുടർന്നും എല്ലാ പ്രയാസങ്ങളും മാറി ദൈവമേ പരിപൂർണ സൗഖ്യം അവിടുന്ന് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവിടുത്തെ സഹായിയും കൂട്ടാളിയുമായും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളെ ഇരുവരെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അൽമിത്ര ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അവിടുന്ന് കൂടെ ഇരിക്കണമേ.
കർത്താവെ, അവിടുത്തെ കാവലും അവിടുത്തെ സൂക്ഷിപ്പിലും നിന്റെ മകളെ നീ കൂടെ ഇരുന്ന് അവിടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ പഠിത്ത കാര്യങ്ങളിലൊക്കെയും അവിടുന്ന് കൂടെ ഇരിക്കണമേ. മോന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവന്റെ വളർച്ചയിലും അവന്റെ പഠിത്തത്തിലും ഒക്കെയും കർത്താവെ നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയോർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സഭയിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കൂട്ടായ്മയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിച്ച കർത്താവെ, ഞങ്ങളുടെ കമ്മിറ്റി ചർച്ച് കമ്മിറ്റി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ദൈവമേ, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ കർത്താവെ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വിമൻസ് ഫെലോഷിപ്പ് കമ്മിറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവയുടെ പ്രവർത്തനങ്ങളിലൊക്കെയും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ. അതുപോലെ കപ്പിൾസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കോയറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ, അവിടുന്ന് ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് നിന്റെ മഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യുവാൻ സഹായിക്കണേ അപ്പച്ച. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഓർക്കുന്ന ദൈവമേ കർത്താവെ, കുഞ്ഞുങ്ങളെ നേർവഴിയിൽ കൊണ്ടുവരുവാനായിട്ട് കർത്താവെ അവിടുന്ന് പരിശീലിപ്പിക്കുവാൻ നീ സഹായിക്കണേ. കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ യൂത്ത് ഫെലോഷിപ്പ്, ലൈറ്റി ഫെലോഷിപ്പ്, എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരോടും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ താവേ. ഞങ്ങളുടെ സാറ്റലൈറ്റ് വർഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പച്ച താവേ. അവര് അവിടെ കൂടി വരുമ്പോൾ ദൈവമേ, അവിടുത്തെ കൃപ, അവരുടെ ആഗ്രഹങ്ങളൊക്കെയും നീ അറിയുന്നല്ലോ കർത്താവെ. അവിടുത്തെ സകലം അവരുടെ ആവശ്യങ്ങളിലൊക്കെ എൻ്റെ ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പച്ച. ഞങ്ങളുടെ ഏരിയ പ്രയറിനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ. എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണ, ഏരിയക്കാരെ എല്ലാവരെയും കർത്താവെ അവിടുന്ന് പ്രയറിനെ മീറ്റിങ്ങിനെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പച്ച. ദൈവമേ, ഞങ്ങളുടെ സഭയിലുള്ള രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ. അച്ഛൻ പേര് പറഞ്ഞ എല്ലാവരെയും പേരുപേരായി കർത്താവെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന ദൈവമേ കർത്താവെ. അവിടുന്ന് സൗഖ്യദായകനാവുന്നല്ലോ, അവിടുന്ന് മഹാവൈദ്യനാവുന്നല്ലോ കർത്താവെ. ദൈവമേ, ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവെ, എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന അപ്പച്ച. ഡോക്ടർ ഉയർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പരിപൂർണ സൗഖ്യം കർത്താവെ, പരിപൂർണ സൗഖ്യോടെ നനച്ചണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മോനെ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണേ കർത്താവെ. അതുപോലെ പുഷ്പയ്ക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ശാരീരികമായും മാനസികമായും കർത്താവെ നിന്റെ മകളെ നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ കർത്താവെ. ഞങ്ങളെ രോഗികൾക്കൊക്കെയും എൻ്റെ ദൈവമേ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലവിധം അനേക നാളുകളുണ്ട് കർത്താവെ, കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസത്തില് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. വചൻ ഓരോരുത്തരെയും പേരുപേരായി എൻ്റെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവെ. അവിടുത്തെ സൗഖ്യം കൂടെ ഇരിക്കണേ, അവരെയൊക്കെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. പ്രായത്തിന്റെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവരെ എൻ്റെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവെ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കർത്താവെ, എല്ലാവരെയും അവിടുത്തെ ബലവും ശക്തിയും അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയാല് പ്രയാസത്താൽ ഭാരപ്പെടുന്നവരൊക്കെ ഓർക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയിലുള്ള പിഞ്ചു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എല്ലാ ബാലാരിഷ്ടയിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ പഠിത്ത കാര്യങ്ങളിലൊക്കെ ദൈവമേ ബുദ്ധിയും ജ്ഞാനും അറിയും അവർക്ക് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ, ഒരു ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവെ. അങ്ങനെ ഒരു ലോകത്തിന് മധ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് കർത്താവെ. പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കർത്താവെ. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ട്വൽത്തൊക്കെയും കഴിഞ്ഞ് MSET ഒക്കെ എഴുതി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല കോളേജിലൊക്കെയും എൻ്റെ ദൈവമേ അഡ്മിഷൻ കിട്ടുവാനായിട്ട് നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജോലിയുടെ ടെൻഷൻസ് ഒക്കെ ദൈവമേ നീ മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു കർത്താവെ അവിടുന്ന് കരുണ തോന്നണമേ കർത്താവെ. വാഹനമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കർത്താവെ, വീടില്ലാതെ ഭാരപ്പെടുന്നവർ എൻ്റെ ദൈവമേ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അവർക്ക് തക്ക സമയത്തൊക്കെ ഇവിടുത്തെ വഴിയൊരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവിടുത്തെ അസാധ്യമായൊന്നുമില്ലല്ലോ കർത്താവെ. തലമുറകൾക്കായി
ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ മക്കൾക്ക് തക്ക സമയത്ത് അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വസിച്ച് ആളിന് ദൈവത്തിന്റെ മഹത്വം കാണുന്ന വിളിച്ചനാ കർത്താവെ. ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ, അവിടെ നിങ്ങളോട് കരുണ തോന്നണേ, മനസ്സിലാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ CSI സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട റുബന്മാർക്ക് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനപരമായി സഭയെ നയിക്കുവാനായിട്ട് അവിടുന്ന് നിന്റെ ദാസനെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദക്ഷിണേന്ത്യ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ബിഷപ്പിനെ നയിക്കുന്ന ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പട്ടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സിസ്റ്റേഴ്സ്, സുവിശേഷകര് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവര് മിഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു കർത്താവെ, ഞങ്ങളുടെ മിഷണറീസ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവളുടെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തില് കർത്താവെ, നിന്റെ മക്കൾ ചെയ്യുന്ന വേലയോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ അത് മന്ത്രിമാര് കർത്താവെ, അത് സമാധാനപരമായി എല്ലാ അവരുടെ ഭരണങ്ങളൊക്കെയും ശരിയായിട്ട് നേരായത്തിൽ ഭരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെലുങ്കാന തെലുങ്കാന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും കർത്താവെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ കൃപയും അവിടുത്തെ കരുണയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശത്തായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് കർത്താവെ, ജോലി ചെയ്യുന്നവര്, ഉപരിപഠിതായിട്ടുള്ളവര് എല്ലാവരും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അവരായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവമേ, നീ അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവിടുത്തെ സന്നിധിയിൽ പരമേൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും നീ കൂടെ ഇരിക്കണമേ. ഹൃദയം തകർക്കുമ്പോൾ കർത്താവെ, നീ കൈവിടാത്ത ദൈവമാണല്ലോ കർത്താവെ. അവിടുന്ന് അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും കർത്താവെ വീണ്ടും അവിടുത്തെ സന്നിധിയിൽ പരമേൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ അറിയുന്നില്ല ദൈവമേ. അവിടുത്തെ തക്ക സമയത്ത് വഴിയൊരുക്കി തരുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആവശ്യങ്ങളിലൊക്കെ നീ കൂടെ ഇരിക്കണമേ. സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ അവിടുത്തെ ചെറുകടിയിലെ കർത്താവെ, നിങ്ങളെ മറച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും എല്ലാം അവിടുത്തെ സന്നിധിയിലോട്ട് പരമേൽപ്പിക്കുന്നു കർത്താവെ. അല്പസമയം അവിടുത്തെ തിരുസന്നിധി ഞങ്ങൾ വചനം സംസാരിക്കുന്നതിന്റെ മനഃ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരവരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ നടത്തി പരിപാലിച്ചു. ആ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോരോ ദിവസങ്ങൾ ഓരോരോ അനുഭവങ്ങളാണ്, ഓരോരോ ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഒരു ദിവസവും മറ്റൊരു ദിവസത്തെ പോലെയല്ല. വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങളിലൂടെ ചിന്തകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം മനുഷ്യരൊക്കെ നമ്മളൊക്കെ വെറും മനുഷ്യരാണ്. നമ്മൾ ആലോചിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, ആശങ്കപ്പെടുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്, ആകുലപ്പെടുന്നവരാണ്. അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. അങ്ങനെ നമ്മളൊക്കെ ചിന്തിച്ചും സന്തോഷിച്ചും ആകുലപ്പെട്ടും ദുഃഖിച്ചും ഒക്കെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ നാളുകളിലൊക്കെ വായിക്കുന്ന വേദഭാഗവത്തിലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ മാറുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ആകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മാറണ്ട എന്നല്ല അർത്ഥം. പക്ഷെ നമ്മളുടെ മാറ്റത്തിൽ നമ്മൾ മാറണമെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതിന് കർത്താവിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ട്. ദർ ഈസ് ജീസസ് ഇൻവോൾവ്മെന്റ് ഇൻ ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ്.
നമ്മളുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ ഒക്കെ ദൈവം കൂടെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഹീസ് ട്രാവലിംഗ് വിത്ത് us ഇൻ ഓൾ എക്സ്പീരിയൻസസ് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. നമ്മളൊന്നും ഓരോരോ അനുഭവങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പുതിയ വ്യക്തികളാണ്. എക്സ്പീരിയൻസസ് ഇൻഫാക്ട് ചേഞ്ചസ് that will bring new features, new characters in our lives, new approaches and attitudes in our lives. ദൈവവുമായിട്ടുള്ള ഓരോ കൂടിച്ചേരലുകൾക്കും ഓരോ കൂട്ടായ്മകൾക്കും ഓരോ ജീവനത്തിന് ശേഷം നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ പുതിയ വ്യക്തികളായി തീരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവം. They are changing. They change their perspectives. They change their ways. They change their destinations. So there is an overall change in their life. അവരുടെ ജീവിതത്തിൽ, എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ സമൂലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് യേശു കർത്താവ് നമ്മളുടെ ആശങ്കകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളിലും ഒക്കെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കുന്നു. He's conversing with us. He is in constant dialogue with our lives. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കുന്നു, സംവേദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. God is always a talking God, a communicating God, a discussing, dialoguing God. ദൈവം നിരന്തരമായി നമ്മോട് സംസാരിച്ചു. God cannot be silent. No, God is not silent. God is always in conversation with the world and with us. ദൈവം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ, ലോകത്തോട് നമ്മോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സംവേദിച്ചു കൊണ്ടിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം അവസാനം വരെയുള്ള വാക്യങ്ങളാണ്, 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്പോൾ. അതിനകത്ത് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട, പഠിക്കേണ്ടതായിട്ടുള്ള, ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും അത് വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന 1-2 വാക്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതില് നമ്മൾ പറയുന്നത്, ഇവര് എമ്മൗസിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ മുഖം മാടി, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യെരുശലേമില് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് കൂടെ ചേർന്ന് നടക്കുന്നു. നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. They were stopped to recognize him. അവർക്ക് യേശു കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് 24:31. അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഈ 2 സംഭവങ്ങളുണ്ട്. ആദ്യം പറയുന്നത്, യേശു കർത്താവ് അവരോട് കൂടെ ചേർന്ന് നടന്ന സമയത്ത് അവർക്ക് അവനെ മനസ്സിലായില്ല. ബിക്കോസ് they failed to recognize him. They could not realize him. എന്നാൽ യേശു കർത്താവ് അവരുമായിട്ടുള്ള സംവാദത്തിന് ശേഷം അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് കൂടെ അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് വെച്ച അപ്പം എടുത്ത് നുറുക്കി വാഴ്ത്തിയ സമയത്ത്, when Jesus broke the bread for them, then their eyes were open. They realized him. But the moment they realized him, Jesus disappeared from their eyes, from their sight. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ, നമ്മുടെ യാത്രകൾക്കിടയിൽ, നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രയാണങ്ങൾക്കിടയിൽ
we fail to recognize, to acknowledge Jesus. നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന ദൈവത്തെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ വിവേകങ്ങൾക്ക് പലപ്പോഴും ദൈവത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. നമ്മളെ പലപ്പോഴും ചോദിക്കുന്നത്, ദൈവം പലപ്പോഴും നമ്മോട് കൂടെ ഇല്ല, ദൈവം വിദൂരസ്ഥനാണ്, ദൈവം അന്യനാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യമുണ്ടാകും. സമാനമായ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടു. നമ്മുടെ കണ്ണുകൾക്ക് പലതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. വി ആർ സ്റ്റോപ്പിംഗ് സർട്ടൻ സൈറ്റ്സ് ഫോർ അവർ ഐസ്. നമ്മുടെ കണ്ണുകൾക്ക് പലതും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നിരോധിക്കും. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാതെ, നമുക്ക് താല്പര്യമില്ലാതെ, നമുക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. സംഭവ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും നമ്മുടെ മനോഭാവവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ പറയുന്നുണ്ട്, അവർക്കത് 11ാമത്തെ വാക്യം പറയുന്നത്, ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. ഈ സ്ത്രീകൾ ചെന്ന് യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കത് കേട്ടപ്പോൾ they were not ready to listen. They were not ready to believe. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അത് കേൾക്കാനും അതിന്റെ പ്രാധാന്യത്തിൽ മനസ്സിലാക്കാനും വിശ്വസിക്കാനും ഡിപ്പെൻഡ് ചെയ്യാനും നമുക്ക് കഴിയാതെ വരുമ്പോൾ then we are in fact stopping Christ to reveal to us. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. പലപ്പോഴും അവർ ചിന്തിക്കുന്നത് ദൈവം കർത്താവ് അവരുടെ കണ്ണ് നിരോധിച്ചു എന്ന്. നോ, നമ്മൾ അതിന്റെ റൂട്ട് ലാംഗ്വേജിൽ, അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ വായിക്കുമ്പോൾ ജീസസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് their failure in recognizing Jesus. യേശു കർത്താവിനെ തിരിച്ചറിയാൻ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിന് യേശു കാരണമല്ല. നമ്മൾ എപ്പോഴും അങ്ങനെ പലതിനും നമ്മൾ ദൈവത്തെ കാരണം പറയും. ബിക്കോസ് ഓഫ് ഗോഡ്, ബിക്കോസ് ഓഫ് God, this is happening to us. No, because of various reasons. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാനുള്ള അവരുടെ മനസ്സില്ലായ്മ കൊണ്ട്, സ്ത്രീകളുടെ സുവിശേഷത്തില് വിശ്വസിക്കാനുള്ള അവരുടെ മനസ്സില്ലായ്മ കൊണ്ട് they could not. ഒരുപക്ഷെ യേശുവിനെ കണ്ടെങ്കിലും, യേശു അവരോട് കൂടെ നടന്നെങ്കിലും അവർക്ക് അവരുടെ മനസ്സിൽ ചില പ്രീകൺസീവ്ഡ് നോഷൻസ്, ചില പ്രിജുഡൈസസ് കർത്താവിനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നമ്മളുടെ ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ഇത് സംഭവിക്കും. വി ആർ പ്രീകൺസീവ്ഡ്, പ്രീകണ്ടീഷൻഡ്, പ്രിജുഡൈസ്ഡ്. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ചില മുൻവിധികളുണ്ട്. നമ്മുടെ ആത്മീയതയിൽ നമുക്ക് ചില മുൻധാരണകളുണ്ട്. വി ആർ നോട്ട് ഓപ്പൺ ഫോർ ന്യൂ ചേഞ്ചസ്. വി വോണ്ട് എവറിത്തിങ് ടു ബി നോർമൽ. നമ്മളെല്ലാം നോർമലായിട്ട് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാരോട് കൂടെ സഞ്ചരിക്കുമ്പോൾ, കൂടെ നടക്കുമ്പോൾ, കൂടെ ആയിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ജീസസ് വാണ്ട്സ് their eyes to be open. We need new visions. യേശു കർത്താവ് പറയുന്നുണ്ട്, യേശു കർത്താവ് അവരുടെ കണ്ണങ്ങനെ തുറന്നിരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് ഈ കാര്യങ്ങളൊക്കെ അവരോട് വിശദീകരിക്കുന്നത്, തിരുവെഴുത്തുകളെ കുറിച്ചുള്ള വ്യാഖ്യാനം നൽകുന്നത്. പലപ്പോഴും നമ്മുടെ കണ്ണും മനസ്സും അടഞ്ഞിരുന്നാല് എന്തെല്ലാം നമ്മൾ കേട്ടാലും എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെ ജീവിതത്തിൽ യാതൊരു ചേഞ്ചും വരില്ല. ഇറ്റ് ഈസ് our failure. Sometimes church is in a big failure not to understand the word of God. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തെ വ്യാഖ്യാനിക്കാൻ, തിരിച്ചറിയാൻ നമ്മൾ പരാജയപ്പെടുന്നു. Because we are preconceived. We close our eyes to the realities. നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളോട് നമ്മുടെ കണ്ണ് നമ്മൾ നിരോധിക്കുന്നു. ചില കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ നിന്നും വിലക്കുന്നു. പണ്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മൾ ഗുജറാത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ ഈ കുടിലുകളും ജുഗികളും ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ മതില് കെട്ടി കാഴ്ച മറച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ?
അങ്ങനെ പലപ്പോഴും കണ്ണുകളിൽ നിന്ന് കാഴ്ചകൾ മറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ കെട്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ചില കണ്ണുകൾ നമ്മൾ കെട്ടുന്നുണ്ട്. We don't want to see someone. We don't want to talk to someone. We stop ourselves. Don't blame God. നമ്മളെ തന്നെ നിരോധിച്ചിട്ട് ദൈവത്തെ കുറ്റം പറയും. ചില കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണമെങ്കിൽ we must be open for reality. ചില സുവിശേഷങ്ങളോട് നമ്മുടെ കണ്ണ് തുറന്നു വെക്കണം. വെറും വാക്കുകളല്ല, കഥയല്ല, കെട്ടുകഥയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് പാടില്ല. അതുകൊണ്ട് we need open eyes. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ തുറന്ന വീടുകൾ എന്ന് പറഞ്ഞതുപോലെ തുറന്ന കണ്ണുകൾ വേണം. തുറന്ന കണ്ണുകൾ വേണം. എപ്പോഴാണ് ഈ കണ്ണുകൾ തുറന്നത്? അവര് ഭവനത്തിന്റെ ഉള്ളിൽ ചെന്നു. അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ. So he was very much part of their life. They felt the need to be with a stranger. അല്ലേ? നോക്കൂ, അവരുടെ ജീവിതത്തിൽ അതുവരെ അവരറിയാതിരുന്ന, അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരാളെയാണ് അവർ കേൾക്കുന്നത്. അവർക്ക് അറിവുള്ള ആളായത് കൊണ്ടല്ല അവൻ പറഞ്ഞത് അവര് കേട്ടത്. അതുവരെയും അത് കർത്താവാണെന്ന് അവർക്കറിയില്ല. പക്ഷെ they were ready to listen to an interpretation of a stranger. ഒരു അപരിചിതന്റെ വ്യാഖ്യാനം പഠിപ്പിക്കൽ കേൾക്കാൻ അവർ തയ്യാറായി. ഒരു അപരിചിതമായിട്ടുള്ള കൂട്ടായ്മ അവർ ആഗ്രഹിച്ചു. They were not completely, stopped. ചില നന്മകൾ അല്ലെ, എല്ലാവരിലും ചില നന്മകളുണ്ട്. ആരും പരിപൂർണമായി മോശമല്ല. എല്ലാവരും നന്മകളുണ്ട്. അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവരിലെ മൂല്യം, അവരിലെ ക്രിസ്തീയ സംസ്കാരം, അവർ പറഞ്ഞു നേരം വൈകി, ഇനി മുമ്പോട്ട് പോകണ്ട, വരൂ ഞങ്ങളുടെ കൂടെ പാർക്കൂ. They invited him. ആ അടഞ്ഞിരിക്കുമ്പോഴുമുള്ള അവരുടെ ചില ബോധ്യങ്ങളുണ്ട്. നമുക്കിന്ന് അതുമില്ല അല്ലേ? നോക്കൂ, കണ്ണടഞ്ഞിരിക്കുന്നവർക്കും ചില ബോധ്യങ്ങൾ ഉണ്ടാവാം. കർത്താവിനെ തിരിച്ചറിയാത്തവർ, കർത്താവാണെന്നറിയാത്തവർ പോലും നന്മയിൽ ജീവിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ കർത്താവിനെ അറിഞ്ഞെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇല്ലാത്ത നന്മകൾ ചുറ്റുപാടുമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരിൽ. നമ്മള് ഇങ്ങനെ കർത്താവേ 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 എന്ന് വിളിക്കുന്നതല്ലാതെ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ ഹിതമൊന്നും ചെയ്യുന്നില്ല. ബട്ട് they were very active in their faith. Though there were difficulties, there were problems and limitations in their faith, especially in recognizing Jesus. പക്ഷേ അവര് കർത്താവിൽ നിന്ന് പഠിച്ച ചില നന്മകൾ, ചില മൂല്യങ്ങൾ അവർ വിട്ടുകളഞ്ഞില്ല. അവര് പറഞ്ഞു ഞങ്ങളോടുകൂടെ പാർക്കൂ, ഞങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കൂ. Inviting a stranger to have fellowship. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അങ്ങനെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോഴാണ് പറഞ്ഞത്, അപ്പോൾ അവരുടെ കണ്ണു തുറന്നു. See, this is the action. അവർ പെട്ടെന്ന് ഓർത്തു, ഓ ഇത് ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. This I have seen from someone doing this for us, breaking the bread and sharing the same bread. This I remember. There is someone said, I will break my body for your salvation. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരം നുറുക്കും. നോക്കൂ, അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഓരോ ആരാധനകളും നമ്മളുടെ കണ്ണ് തുറക്കാനുള്ള അനുഭവങ്ങളാണ്. കണ്ണുകൾ തുറക്കണം. ആരാധനയിൽ അപ്പം നുറുക്കലുകളിൽ തുറക്കപ്പെട്ട കണ്ണുകൾ. അപ്പം നുറുക്കിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അത് ക്രിസ്തുവാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ക്രിസ്തു നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിന്റെ ഫിസിക്കാലിറ്റി ആവശ്യമില്ല. അവിടെ ശരീരം അവിടെ ആവശ്യമില്ല. ബിക്കോസ് ജീസസ് ഈസ് എവർ പ്രസന്റ് ഇൻ അവർ ലൈഫ്സ്. യേശു കർത്താവ്
നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കൂടെയുണ്ട്. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ അപ്പം നുറുക്കലുകളിൽ, നമ്മുടെ പങ്കുവയ്ക്കലുകളിൽ, അപരിചിതരെ, നമുക്കറിയാത്തവരെ, ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുന്ന ഇടത്തൊക്കെ നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ക്രിസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവർ ചെയ്തത്. Unknowingly they have accepted, received Jesus into their house and lives, and they have given him the space and place for him to stay. ക്രിസ്തുവിന്റെ ശാരീരികമായ പ്രസൻസ് ആവശ്യമില്ല. അതൊരു ബോധ്യമാണ്, അതൊരു തിരിച്ചറിവാണ്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അവര് പറഞ്ഞു, എപ്പോ? ഞങ്ങൾ കണ്ടില്ലല്ലോ. എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കും. ഇവര് കർത്താവായ യേശുക്രിസ്തുവിനെ കേട്ടതും, യേശുക്രിസ്തുവിന്റെ വചനം കേട്ടതും, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ കേട്ടതും, യേശുക്രിസ്തുവിന്റെ ശാസന കേട്ടതും എല്ലാം തിരിച്ചറിവ് തുറന്ന കണ്ണുകളോടുകൂടി ആയിരുന്നില്ല. ചിലതൊക്കെ തുറക്കാത്ത കണ്ണുകളോടുകൂടെയാണ്, വിശ്വാസത്തിലാണ്. They have all done it. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവജനമേ, സഭ ഈ നാളുകളിൽ ഇങ്ങനെ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, അവിടെ കണ്ണു തുറന്നു. അപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവിടെ പറയുന്നുണ്ട്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അന്നേരം അവർക്ക് മനസ്സിലായില്ല. യേശു കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ, അത് അപ്രത്യക്ഷമായപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഇവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു, ഉള്ളിൽ കത്തുന്നുണ്ടായിരുന്നു. യേശു ആയിരുന്നു അത്. അതൊരു വലിയ വിവേകമാണ്. He was with us, he was in us. ഉള്ളിൽ കത്തുന്ന ക്രിസ്തു അല്ലേ? പടം വെച്ച് മെഴുകുതിരി കത്തിച്ച് പൂജിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? കുരിശുകൾക്ക് വേണ്ടി, അതിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയൊക്കെ പണം ചിലവഴിക്കുന്നവരുടെ ലോകമാണ്. നോ, ക്രിസ്തു ഉള്ളിൽ കത്തണം. ക്രിസ്തുവിന്റെ വാക്കുകൾ അണയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ നിരന്തരം എരിഞ്ഞുകൊണ്ടിരിക്കണം. അതല്ലാതെ ഭിത്തിയിൽ മാലയിടാനും തിരികത്തിക്കാനുമുള്ള രൂപമല്ല ക്രിസ്തു. ക്രിസ്തു രൂപക്കൂട്ടിലല്ല, ക്രിസ്തു നിന്റെ ഹൃദയക്കൂട്ടിലാണ്. നിന്റെ മനസ്സിന്റെ അച്ചിനുള്ളിലാകണം ക്രിസ്തു. അതങ്ങനെ അണയാതെ നിരന്തരം കത്തണം. അതൊരു ദർശനമാകണം, അതൊരു തിരിച്ചറിവാകണം സഭയ്ക്ക്. ക്രിസ്തുവിനെ നമുക്ക് പുറത്ത് ബന്ധനത്തിലാക്കിയിരിക്കുന്നു. ഉള്ളിൽ ക്രിസ്തുവില്ല, ഉള്ളിൽ കത്തുന്ന ക്രിസ്തുവില്ലാതെ പോയ സഭ. ഉള്ളിൽ ക്രിസ്തു കത്താതിരിക്കുന്നത് കൊണ്ടാണ് ആ വെളിച്ചത്തിലേക്ക് ആരും വരാത്തത്. ഉള്ളവർ പോലും അകന്നു പോകുന്നത്. This is a crisis that we should feel. We should feel. അവർ അന്നേരം തിരിച്ചറിഞ്ഞില്ല. They felt it later. They realized his presence, his burning inside them when he disappeared from them. അവരിൽ നിന്ന് അവൻ അപ്രത്യക്ഷനായപ്പോഴാണ് അവര് ശരിക്കും യേശു കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തീവ്രത മനസ്സിലാക്കിയത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരു പുതിയ ദർശനമാണ് സഭയ്ക്ക് വേണ്ടത്. Let Christ continue to burn, continue to shed light in our lives. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു നിരന്തരം കത്തിക്കൊണ്ടിരിക്കട്ടെ. ഉള്ളിൽ ക്രിസ്തു കത്തുമ്പോൾ കണ്ണുകൾക്ക് തെളിച്ചമുണ്ടാകും അല്ലെ? ഉള്ളു കത്തുന്ന വെളിച്ചത്തിൽ
കാഴ്ചകൾ കാണാൻ കഴിയണം. ഹൃദയം മനസ്സിൽ കത്തുന്ന ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണാൻ കഴിയണം. അതിനാണ് സഭ. ഇന്ന് നമ്മള് വെളിച്ചമില്ലാതെ, കത്തുന്ന ക്രിസ്തുവില്ലാതെ ലോകത്തിലാവുകയാണ്. നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് ആശങ്കകളില്ല. ചിലരെങ്കിലുമൊക്കെ ഇന്ന് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന നമ്മുടെ കാര്യം നടക്കാനാണ്. നമ്മുടെ പ്രയാസം, നമ്മളിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീണ്ട ലിസ്റ്റൊക്കെ പറഞ്ഞില്ല. നമ്മുടെ കാര്യം നടക്കാൻ, നമുക്ക് സൗഖ്യം കിട്ടാൻ. But what is happening to church? എവിടെയാണ് ക്രിസ്തു? സഭയിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. We need the visions of Jesus. ക്രിസ്തുവിന്റെ ദർശനം നമുക്ക് വേണം. ക്രിസ്തുവിന്റെ മനോഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായിരിക്കണം. ക്രിസ്തുവാകുന്ന വെളിച്ചത്തിന്റെ വഴിയിൽ നടക്കുവാനുള്ള സന്നദ്ധത, ഉറപ്പ്, വിശ്വാസം, ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Let our eyes be opened in breakings. അല്ലെ, അപ്പം നുറുക്കിയപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. നുറുങ്ങലുകളിൽ തുറക്കപ്പെടുന്ന കണ്ണുകൾ, നുറുങ്ങലുകളിൽ തുറക്കപ്പെടുന്ന കണ്ണുകൾ. മറ്റുള്ളവരുടെ, നമ്മുടെ മുൻപിൽ അവരുടെ ജീവിതങ്ങൾ നുറുങ്ങുന്നത് കാണുമ്പോൾ, വേദനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ടോ? അവരിലൊക്കെ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? This is a challenge for the church. ഇതൊരു സഭയ്ക്കുള്ള വലിയ വെല്ലുവിളിയാണ്. അത് വ്യക്തിപരം കൂടെയല്ല. It's not simply an individualistic challenge. It is a systemic challenge, because church as a system is failed to recognize Christ in the brokenness of the world. ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളുടെ മുറുങ്ങലുകളിൽ, മുറിക്കലുകളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമ്മൾ പരാജയപ്പെടുന്നു. Everywhere there are brokenness. നമ്മുടെ ചുറ്റുപാടുകളിൽ നുറുങ്ങപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. അവരിലേക്കാണ് നമ്മുടെ ദർശനമെന്ന്, നമ്മുടെ ചിന്തകളെന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന, സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദർശനം, കാഴ്ച, ആ നുറുങ്ങലുകളിലേക്ക്, നുറുക്കപ്പെടലുകളിലേക്ക് ഉണരാനാണ് എന്ന് സഭ തിരിച്ചറിയണം. We have to overcome the spiritual cataracts, അല്ലെ, ആത്മീയ തിമിരങ്ങൾ. The glaucomas of luxury, അല്ലെ, നമ്മുടെ ആഡംബരത്തിന്റെ, സുഖസൗകര്യത്തിന്റെ കാഴ്ചമറയ്ക്കലുകൾ. ഇപ്പൊ ഞാൻ ആ ഭാഷയൊക്കെയാ പറയുന്നത്. എൻ്റെ വൈഫിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട്, കേൾക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് വിശ്വാസത്തിന്റെ ശസ്ത്രക്രിയകൾ ആവശ്യമാണ്. ഫെയ്ത്ത് സർജറീസ്, സ്പിരിച്വൽ സർജറീസ് ആർ നീഡഡ് for our eyes, because we fail to see, we fail to recognize Christ in our lives. ക്രിസ്തു, നമ്മോട് കൂടെയുള്ള ക്രിസ്തുവിനെ കാണാൻ, നമ്മോട് കൂടെയുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല.
നമ്മുടെ ഉള്ളു കത്തുന്നില്ല ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളപ്പോൾ. ഇഫ് ക്രൈസ്റ്റ് ഈസ് there, then our heart and minds will burn. We will be on fire for gospel. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുതിയ ദർശനങ്ങളിലേക്ക് നമുക്ക് ഉണരാം. കാഴ്ച, നമ്മുടെ മുൻധാരണകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ കാഴ്ചകളെ മറയ്ക്കാതിരിക്കട്ടെ, കണ്ണുകളെ നിരോധിക്കാതിരിക്കട്ടെ. നമ്മുടെ മുൻപിലുള്ള നുറുങ്ങലുകൾ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയ്ക്ക് അതിനുള്ള ധൈര്യം ദൈവം നൽകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഊർജം കർത്താവ് തരട്ടെ. When you have the broken bread, then you no longer need Christ. നമ്മൾ ഞായറാഴ്ച അപ്പം നുറുക്കുമ്പോൾ Christ is with us. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പാടും, ലോകത്തിന്റെ പാപത്തെ ചുമന്നിറക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടെ. അല്ലേ? ഞങ്ങൾ കാണുകയാണ് ഈ അപ്പത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണും. എന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. എത്ര മനോഹരമാണ് നമ്മുടെ ആരാധനകൾ, എത്ര ശ്രേഷ്ഠമാണ്, എത്ര ദാർശനികമാണ് നമ്മുടെ ആരാധനകൾ. അതുകൊണ്ട് Christ is always with us. Christ is ever present in our brokenness. നമ്മുടെ മുറിക്കലുകളിൽ ക്രിസ്തു നിരന്തരമായി സന്നിഹിതനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് പറയുന്നില്ല സങ്കീർത്തനത്തിലെ യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നുറുങ്ങലുകളിലേക്ക് ഇറങ്ങുന്ന ക്രിസ്തു ദൈവം. ആ നുറുങ്ങലുകൾ കാണാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ദർശനം, കാഴ്ച കർത്താവ് നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പകൽക്കാലം അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം. പലപ്പോഴും കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കണ്ണുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. നിന്നെ കാണാൻ, നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾ പരാജയപ്പെടുന്നു. നിരന്തരമായി നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നുറുക്കപ്പെടുമ്പോഴും ഞങ്ങൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല. കണ്ണുകൾ അടഞ്ഞുപോയിരിക്കുന്നു, മനസ്സ് അടഞ്ഞുപോയിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ള് കത്തുന്നില്ല, ഞങ്ങളുടെ ഉള്ളിൽ നീറ്റലുകളില്ല. ഞങ്ങളൊക്കെ മരപ്പാവകളെ പോലെ, ചില യന്ത്രങ്ങളെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ചില പാവകൾ പാട്ടുപാടുന്നത് പോലെ ചിലതൊക്കെ പറയുകയാണ് ഞങ്ങളുടെ ആരാധന. ഈ പകൽക്കാലം നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് ഉണർത്തണമേ. ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. അങ്ങയെ കാണാൻ, അങ്ങയെ ശ്രവിക്കുവാൻ, കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടുകളെ കാണാൻ, ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യരെ, അപരിചിതരെ ഒക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കൂട്ടായ്മയുടെ ഭാഗമാക്കി തീർക്കുവാൻ ദൈവമേ അവിടുന്ന് സഭയെ ഒരുക്കണമേ. കുറെ പരിചയക്കാരുടെ കൂട്ടം, കുറെ ഇഷ്ടക്കാരുടെ കൂട്ടമായി സഭയാകരുതേ കർത്താവെ. ഞങ്ങൾ പരസ്പരം അറിയാതിരിക്കുമ്പോഴും ഞങ്ങളിൽ ഒരു സ്നേഹ കൂട്ടായ്മയുണ്ട് എന്ന് തിരിച്ചറിയാൻ
അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. വലിയ ഹൃദയവേദനയോടുകൂടെ, നീറ്റലുകളോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നവരുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ, രോഗത്തെക്കുറിച്ചുള്ള ഭാരത്തിൽ, കുഞ്ഞുങ്ങളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള നുറുങ്ങുന്ന അവസ്ഥയിൽ, നീറുന്ന അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, നീ അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവർക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ. അവിടുത്തെ കൃപയിൽ അവരെ സൂക്ഷിക്കണമേ, ബലപ്പെടുത്തണമേ. ദൈവമേ, ഈ പകൽക്കാലം അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്ന പല സാഹചര്യങ്ങളിലും പങ്കെടുത്ത എല്ലാവരോടും, നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ, പാട്ടുപാടിയ സുജയോട്, സങ്കീർത്തനം വായിച്ച ഉഷയോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നയിച്ച പൊന്നമ്മ ആൻ്റിയോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയും പതിവ് പോലെ 10:30 മണിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാകും. അടുത്ത ആഴ്ച പാട്ടുപാടാൻ ഒരാള് ഒന്ന് വോളണ്ടറി ചെയ്താട്ടെ, പാട്ട് പാടാനായിട്ട്. വേഗം പറയണേ. അച്ഛാ, ബാബുങ്ങൾ പാടാവുന്നു. ഓക്കെ ബാബു അങ്കിൾ, താങ്ക് യു. സങ്കീർത്തനം 47. ഞാൻ അടുത്ത ആഴ്ച പറയാം. സങ്കീർത്തനം 47. മേളേന്റി വായിക്കാം അച്ഛാ. 47. ആരാ? മേളേന്റി. ഓക്കെ, നല്ല ആൻറ്റി. ഓക്കെ, താങ്ക് യു ആൻറ്റി. പ്രയർ. പ്രയർ. അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാം. സുഷ. ആൻറ്റി, താങ്ക് യു ആൻറ്റി. നിങ്ങൾ ഒരു